എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടോ പണിയിൽ, ഐഡിയാസിൽ എന്തെങ്കിലും? യാതൊരു പങ്കുമില്ല. കംപ്ലീറ്റ് ക്രെഡിറ്റ് മാഹി മച്ചാനാണ്. ലൈവല്ല മച്ചാ. ഇല്ല ഞാനില്ല. ഇനിയിപ്പോ അടുത്ത കമന്റ്സ് വരുന്നത് ഷസാമിന്റെ മാരേജിനെ കുറിച്ചിട്ടായിരിക്കും കമന്റ്സ്. ഷസാം ബ്രോ ജസ്റ്റ് രണ്ട് വാക്ക് പറയും എങ്ങനെയുണ്ട്? കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? കഴിച്ച് മച്ചാന്റെ പണിയുണ്ടോ? മാഹി മച്ചാന്റെ പണിയൊക്കെ ലൈവ് എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടോ പണിയിൽ, ഐഡിയാസിൽ എന്തെങ്കിലും? യാതൊരു പങ്കുമില്ല. കംപ്ലീറ്റ് ക്രെഡിറ്റ് മാഹി മച്ചാനാണ്. ഇന്ന് തന്നെ പോവും? ഇല്ല, ഞാൻ ഇനി കുറച്ച് ദിവസം ഉണ്ടാവും. ആരും അങ്ങോട്ട് ഓടി ചെല്ലു എല്ലാവരും. കഴിച്ച കണ്ടില്ല? എവിടെ? പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നത്. ഇത് ഇപ്പൊ എടുത്തോണ്ട് പോകുന്നത് എവിടെ വെക്കിയത്? എവിടെയാണ് നോക്കാനുള്ള? ലൈവല്ല മച്ചാ. ഇല്ല ഞാനില്ല ഒരു ചോദിക്കട്ടെ, എപ്പോഴും കിട്ടുന്ന ആളല്ലല്ലോ. ഇനി ദുബായിക്ക് പോവല്ലേ, അപ്പൊ ഓണയർ സൗണ്ട് കേട്ട് തിരിച്ചറിഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എപ്പോഴും കമന്റ് ബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ലിയോ ആവറേജ് എന്ന് പറയുന്ന ഷസാമിന് വാരിസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം എന്നുള്ള അതിന്റെ ആസ്വാദന രീതി എങ്ങനെയാണെന്നുള്ളത് പലർക്കും. ലിയോ ആവറേജ് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ വാരിസ് ഓരോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ പലർക്കും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട എത്രയോ പടങ്ങൾ ഹിറ്റ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും പറയാത്ത ഒരു വാരിസ് മാത്രം എടുത്തോണ്ട് അവിടെയാണ് പ്രശ്നം. അതേപോലെ തന്നെ നമുക്ക് മലയാളത്തിൽ ആദ്യത്തെ പടമായിരുന്നു മിന്നൽ മുരളി, സൂപ്പർ ഹീറോ ജോണറിലൊക്കെ. അപ്പൊ അതിനെ അത്ര അധികം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞാൻ പണ്ടേ പറഞ്ഞതാണ്, അത് എന്നിലെ കോമിക് ബുക്ക് നേടിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് അവർക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ആൾക്കാർ എങ്ങനെ നോക്കിയാലും രണ്ട് സൈഡുണ്ട് എല്ലാത്തിനും, അത്രേ ഉള്ളൂ. അത് വേറെ ഇപ്പോൾ നമ്മൾ അത് മെജോറിറ്റി എത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ മോശം പറഞ്ഞാൽ നമുക്ക് ചീത്തവിളി കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഇപ്പൊ ഇനി അടുത്ത് വെയിറ്റ് ഭയങ്കര എക്സൈറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന പടങ്ങളുടെ കൂലി. കൂലി ഓഗസ്റ്റ് അടുത്ത മാസം 14 അതിങ്ങനെ കട്ടക്ക് വെയിറ്റിംഗ് ആണ്. അപ്ഡേഷൻ ഒക്കെ അറിയണ്ട അമീർ ഖാൻ അത് പുള്ളി തന്നെ പറഞ്ഞു. അത് കുറവുണ്ട്, പക്ഷെ അതിന്റെ ട്രെയിലർ വരട്ടെ. ലോകേഷ് പറഞ്ഞ ട്രെയിലറും ടീസറും ഇറക്കാത്ത വേറെ രീതിയിൽ പ്രൊമോഷൻ ചെയ്യാനാണെന്ന് ഇപ്പൊ ഒരു റൂമേഴ്സ് വരുന്നത്. ട്രെയിലറും ടീസറും ഇറക്കാതെ തന്നെ ഒരു അങ്ങനെ ആ രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ലോകേഷിന്റെ പടമാണ്, എന്തായാലും ആൾക്കാർ കയറും, അതിലൊന്നും യാതൊരു സംശയം വെക്കണ്ട. അത് ആ ഡയറക്ടറിന് ഒരു പേരുണ്ട്, അങ്ങേർക്ക് ഒരു ടാലന്റ് ഉണ്ട്, അതിലെന്താ ആ ഹൈപ്പ് അത് കാണും. പക്ഷെ ആ ഒരു നമ്മളെ ലിയോക്ക് കിട്ടിയ ഒരു പുഷില്ല, അത് പക്ഷെ അത് മാറിക്കോളും. ഇവര് ട്രെയിലറും അതൊക്കെ വരുമ്പോ തന്നെ സെറ്റാവും. ഈ ഓണയറാന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലായി? ഇതിന്റെ സൗണ്ട് കിട്ടുന്ന മനസ്സിലായി.
എങ്ങനെയുണ്ട്? നല്ല ഫോണല്ലേ? അമ്മയ്ക്ക് ഞാൻ ഇത് മേടിച്ചെടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷെ ഐഫോൺ അല്ലേ? ഐഫോൺ ആയി ആദ്യം എടുത്തതാ. അത് വൈറ്റ് വാഷ് ആയി എല്ലാം കോളമായി. ഏത്? ഷവോമി 15 ആണ്. ശരി. അപ്പൊ തിരിച്ചെടുത്തിട്ടാണ് ഐഫോൺ 6. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഫോൺ ഏതാണ്? ഇപ്പൊ ഈ അശ്വിൻ ബ്രോ ഇടയ്ക്കിടയ്ക്ക് ധ്യാൻ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് നേട്ടിന്. അതേപോലെ ഞാനായിട്ട് കോണ്ടാക്ട് അങ്ങനെ താരങ്ങളായിട്ട് വേറൊരു കോണ്ടാക്ട് ഒന്നുമില്ല. ഡയറക്ടേഴ്സിനായിട്ടും ഇല്ല, ആരും വെച്ചില്ല. നമ്മൾ ഒറ്റത്തടിയാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റിന്റെ ഡയറക്ടർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടത് ചോദിച്ചാൽ കുറെ അവര് ഫോളോ ചെയ്യുന്നതിൽ നമുക്ക് അല്ല, അവര് ഫോളോ ചെയ്യുന്നുണ്ട്. അവര് വർക്ക് ഇഷ്ടമാണ്. മെസ്സേജസ് കാര്യങ്ങളൊന്നും ജസ്റ്റ് അന്ന് അതിട്ടപ്പോ താങ്ക് യു. ഓക്കെ പറഞ്ഞോണ്ട് നിൽക്കില്ലേ? ടാറ്റാ. ആരൊക്കെ ഉണ്ട്? ഇനിയിപ്പോ അടുത്ത കമന്റ്സ് വരുന്നത് ഷസാമിന്റെ മാരേജിനെ കുറിച്ചിട്ടായിരിക്കും കമന്റ്സ്. എന്താ സ്റ്റാറ്റസ് എന്താണ്? റിലേഷൻഷിപ്പ് അത് മാരേജിലേക്കാണോ അതോ അല്ല? അന്ന് പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എവിടെയാ നോക്കാം? ചേട്ടന് അമ്മ ഞാൻ അവരുടെ ജോബി വീട്ടിലേക്ക് ഉണ്ട്. താഴേക്ക് വരണം.